ഓക്കെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുഗൾ ഇക്കണോമി, മുഗൾ സമ്പദ് വ്യവസ്ഥ, അതോടൊപ്പം കച്ചവടത്തിന്റെ വ്യാപനം, വളർച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. മുഗൾ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയേണ്ട കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, മുഗൾ കാലഘട്ടത്തിലെ കൃഷി എന്തായിരുന്നു, വ്യവസായം, നഗരവൽക്കരണം, കച്ചവടം, വൈദേശിക കച്ചവടവും അതോടൊപ്പം തന്നെ ഓവർസീസ് സമുദ്ര കച്ചവടമുണ്ട്. അതോടൊപ്പം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നത്, എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്തിരുന്നത്, പിന്നെ നാണയവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട നാണയങ്ങൾ ഏതൊക്കെയാണെന്ന്, അതോടൊപ്പം കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഗൾ എക്കണോമിയുമായി ബന്ധപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം നമുക്ക് കൃഷി, അഗ്രികൾച്ചറിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിൽ വ്യാപകമായ കാർഷിക ഭൂമി മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഭൂമിയെ പ്രധാനമായും 3 വിഭാഗമായിട്ടാണ് തരംതിരിച്ചിരുന്നത്: ഖലീസ ലാൻഡ്, ജാഗിർ ലാൻഡ്, ഇനാം ലാൻഡ് അല്ലെങ്കിൽ വഖഫ് ലാൻഡ്. ഖലീസ ലാൻഡ് എന്ന് പറയുന്നത് ഭരണാധികാരിയുടെ, സുൽത്താന്റെ നേരിട്ടുള്ള അധികാരത്തിന്റെ കീഴിലുള്ള ഭൂമിയാണ്, അല്ലെങ്കിൽ ക്രൗൺ ലാൻഡ്. കൊട്ടാരത്തിന്റെ ഡൊമസ്റ്റിക് യൂസിലേക്കുള്ള ഭൂമിയാണ്. അതിൽ നിന്ന് ഇനാമായിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാർക്കൊക്കെ ഭൂമി ദാനമായിട്ട് അതിൽ നിന്ന് നൽകാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭൂമിയാണ് ജാഗിർ ലാൻഡ് എന്ന് പറയുന്നത്. പ്രാദേശിക ഭരണാധികാരികൾക്ക്, പ്രഭുക്കന്മാർക്കൊക്കെ ശമ്പളത്തിന് പകരമായിട്ട് അധികാരത്തോടെ, അഥവാ ഭരണപരവും നികുതിപരമായ അധികാരത്തോടെ പതിച്ചു നൽകുന്ന ഭൂമിയാണ് ജാഗിർ ഭൂമി എന്നറിയപ്പെടുന്നത്. ഇനാം ലാൻഡ് എന്ന് പറയുന്നത് മതപുരോഹിതന്മാർക്ക്, മതസ്ഥാപനങ്ങൾക്ക്, മദ്രസ, പള്ളി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഭൂമിയാണ് ഇനാം ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വഖഫ് ഭൂമി എന്നൊക്കെ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സമ്പ്രദായമാണ് ജാഗിർദാരി സിസ്റ്റം. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇക്ത സമ്പ്രദായം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുപോലെയുള്ള മുഗൾ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ജാഗിർദാരി സമ്പ്രദായം. മുഗൾ പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിന് പകരമായി നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരത്തോടെ ഭൂമി പതിച്ചു നൽകുന്ന സംവിധാനമാണ് ജാഗിർദാരി സംവിധാനം. ഈ ഭൂമിയിൽ ഇത് കിട്ടിയിട്ടുള്ള ജാഗിർദാർക്ക്, അല്ലെങ്കിൽ ഭൂമി നൽകപ്പെട്ട ഉദ്യോഗസ്ഥന്, ആ ഭൂമിയിലെ ഭരണപരവും നികുതിപരവുമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഭൂമി വിതരണം ചെയ്തിരിക്കുന്ന ഭൂമി അത് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്, രാഷ്ട്രത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അത് പിന്നീട് പരമ്പരാഗതമായി ജാഗിറുകൾ കൈമാറ്റം ചെയ്യുകയും അവസാനത്തിൽ 17-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ അതൊരു പരമ്പരാഗത സ്വത്തായിട്ട് മാറുന്നുണ്ട് ജാഗിർ ഭൂമി. അപ്പൊ അത് ഈ ജാഗിർ ഭൂമി നൽകപ്പെട്ട വ്യക്തിയാണ് ജാഗിർദാർ എന്ന് പറയാം. ഈ ഭൂമിയെ ജാഗിർ എന്ന് വിളിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഇന്ത്യയിൽ മുഗൾ കാലഘട്ടത്തിൽ കൃഷി നടന്നിരുന്നു. കർഷകർ പ്രധാനമായും കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗോതമ്പ്, അരി, ബജ്ര, ബാർലി, പിന്നെ നാണ്യ വിളകളായിട്ടുള്ള കോട്ടൺ, ഇൻഡിഗോ എന്ന് പറയുന്ന നീലം, ദെൻ എണ്ണക്കുരുക്കൾ തുടങ്ങിയവയാണ് മുഗൾ കാലഘട്ടത്തിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്നത്. അതോടൊപ്പം കൃഷിയിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. കൃഷിക്കാർക്ക്, സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് ഗവൺമെന്റിൽ നിന്ന് ലോൺ അനുവദിച്ചിരുന്നു. അതിനെയാണ് തക്കാവി എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം കാർഷിക മേഖലയിൽ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് പേർഷ്യൻ വീൽ എന്നറിയപ്പെടുന്നത്. വലിയ കുഴികളിൽ നിന്നോ കുളങ്ങളിൽ നിന്നോ വെള്ളം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കന്നുകാലികളുടെയോ അല്ലെങ്കിൽ ചെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം അതിൽ നിന്നും എടുത്തുകൊണ്ട് ജലസേചനം നടത്തുന്ന ഒരു മാർഗമാണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു സൗജന്യ സേവനം ചെയ്യേണ്ടിയിരുന്ന, സൗജന്യമായിട്ടുള്ള ഒരു കമ്പൽസറി ലേബർ വിത്തൗട്ട് പേയ്മെന്റ്, ശമ്പളമില്ലാത്ത ഒരു സേവനം കൃഷിക്കാരിൽ നിന്നും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിനെയാണ് ബേഖാർ എന്നറിയപ്പെട്ടിരുന്നത്. ഇനി വ്യവസായം എന്ന് പറയുന്ന മേഖല, കോട്ടൺ ടെക്സ്റ്റൈലില് വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു.
ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ, ധാക്ക, കശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കോട്ടൺ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, അത്തരം വ്യവസായങ്ങൾ നിലനിന്നിരുന്നു. കാശ്മീരിലുള്ള കാർപ്പറ്റ്, കാശ്മീർ ഷോൾ തുടങ്ങിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിരുന്നു. ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളായിരുന്നു ഇവ. അതോടൊപ്പം ഷുഗർ ഇൻഡസ്ട്രി, ബംഗാൾ, ആഗ്ര, മുൾട്ടാൻ, ഒറീസ്യ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെല്ലാം പഞ്ചസാര വ്യവസായം ഉണ്ടായിരുന്നു. അയൺ ഇൻഡസ്ട്രി ബംഗാൾ, അലഹബാദ്, ആഗ്ര, ബീറാർ, ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളിൽ, സാൾട്ട് പെട്രി പാട്നയിൽ, അഥവാ വെടിയുപ്പ് പാട്നയിൽ ഉണ്ടായിരുന്നു. ഡയമണ്ട്, വജ്രഖനികൾ ബിജാപൂർ, ഗോൽക്കണ്ട തുടങ്ങിയിട്ടുള്ള പട്ടണങ്ങളിൽ വജ്രഖനികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഷിപ്പ് ബിൽഡിംഗ് ഈ കാലഘട്ടങ്ങളിൽ വികസിച്ചു വന്നിട്ടുണ്ട്. കരകൗശല ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽസ്, ടുബാക്കോ, ഓപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്, അതൊരു ഡ്രഗ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം സാഫ്രൻ, കുങ്കുമം, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി അതിൽ നിന്നും പല വ്യവസായങ്ങൾ ഇന്ത്യയിൽ ഈ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു. ഇനി പറയേണ്ടത് നഗരവൽക്കരണം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സന്ദർശിച്ച പ്രധാനമായും ഫ്രഞ്ച് യാത്രികരായിട്ടുള്ള ബേർണിയർ, മോൺസ്ട്രറ്റ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള റാൽഫിച്ച്, അവരുടെയൊക്കെ യാത്രാ വിവരണങ്ങളിൽ ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിലുള്ള നഗര കേന്ദ്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കച്ചവടത്തിന്റെ നോഡൽ പോയിന്റ്സുകളായിരുന്നു ബർഹാംപൂർ, ആഗ്ര തുടങ്ങിയിട്ടുള്ള പട്ടണങ്ങൾ. അതോടൊപ്പം തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ, അതുപോലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ, കാർപ്പറ്റ് മേക്കിങ്ങിന്റെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു ലാഹോർ, കാശ്മീർ തുടങ്ങിയിട്ടുള്ള പട്ടണങ്ങൾ. ഗുജറാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈദേശിക കച്ചവടത്തിന്റെ ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു. അവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങൾ മറ്റു പല ദിക്കുകളിലേക്കും ഇന്ത്യയിലേക്കും വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. മറ്റു നഗരങ്ങളാണ് ഫത്തേപൂർ സിക്രി, ധാക്ക, മുൾട്ടാൻ, പട്ന, അഹമ്മദാബാദ് തുടങ്ങിയിട്ടുള്ള പട്ടണങ്ങൾ. ഇത്തരം പട്ടണങ്ങളെ കുറിച്ചെല്ലാം വൈദേശിക രേഖകളിൽ പരാമർശമുണ്ട്. ഇനി കച്ചവടത്തിന്റെ അഭിവൃദ്ധി. ഈ കാലഘട്ടങ്ങളിൽ നഗരവൽക്കരണം ഉണ്ടായി. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, നഗരവൽക്കരണം ഉണ്ടാവുന്നതിന്റെ ഒരു കാരണമാണ് കച്ചവടത്തിന്റെ ഒരു വളർച്ച. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന്, പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഓഫ് ദ കൺട്രി ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോ ആണ്. ഇന്ത്യയുടെ രാഷ്ട്രീയമായ ഏകീകരണവും ക്രമസമാധാനത്തിന്റെ പുനഃസ്ഥാപനവും ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലും പിന്നീടുള്ള ഡൽഹി സുൽത്താന്റെ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ദുർബലമാവുകയും മുഗൾ കാലഘട്ടത്തിൽ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രീകരണ ഭരണ സംവിധാനം ഉണ്ടായതിന്റെ ഫലമായി ഒരു രാഷ്ട്രീയ ഏകീകരണം നടക്കുകയും ക്രമസമാധാന പരിപാലനം ശക്തമായി നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കച്ചവടത്തിന് വെല്ലുവിളിയാവുന്ന തരത്തിലുള്ള മോഷണം അല്ലെങ്കിൽ കൊള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരമാവധി ഇല്ലാണ്ടായി. അത് കച്ചവടത്തിനെ വളർത്തിയ ഒരു സംഭവമാണ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഗുഡ് ഹൈവേ ആൻഡ് സെറായ്, നല്ല പാതകൾ, രാജപാതകൾ അഥവാ ദേശീയ പാതകൾ ഉണ്ടാക്കുന്നതിന് മുഗൾ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സെറായ് എന്ന് പറഞ്ഞാൽ വഴിയമ്പലങ്ങളാണ്. യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ദീർഘദൂര കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ വഴികളിൽ നിർമ്മിച്ചിരുന്നു. അത് കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച ഘടകമാണ്. ദെൻ യൂണിഫോമിറ്റി ഇൻ ടാക്സ്, നികുതിയിൽ ഉണ്ടായിരുന്ന ഒരു ഏകീകൃത സ്വഭാവവും കച്ചവടത്തെ വളർത്തിയ ഒരു ഘടകമാണ്. ദെൻ ഡെവലപ്മെന്റ് ഓർ ഗ്രോത്ത് ഓഫ് മണി ഇക്കണോമി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മുഗൾ ഭരണാധികാരികൾ. മുഗൾ ഭരണാധികാരികൾ നാണയ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഥവാ അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നികുതി ഉൽപ്പന്നമായിട്ട് കൊടുത്തിരുന്നു. നികുതി ക്യാഷായിട്ട് വാങ്ങിയിരുന്ന ഒരു സാഹചര്യം കൊണ്ട് തന്നെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പണമാക്കി മാറ്റുന്നതിന് കമ്പോളങ്ങളിൽ വിൽക്കേണ്ടി വന്നു. അത് കച്ചവടത്തെ വളർത്തി. അതോടൊപ്പം തന്നെ നാണയ സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം ഗ്രാമീണ ധാന്യ കമ്പോളങ്ങളുടെ വികസനം, അതോടൊപ്പം കരകൗശല ഉൽപ്പന്നങ്ങളുടെ വ്യാപനം, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇന്ത്യയിൽ നഗരവൽക്കരണത്തിന് ആക്കം കൂട്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി കച്ചവടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ആഭ്യന്തര വ്യാപാരത്തിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രേഡ്, അഥവാ ചെറിയ ഗ്രാമങ്ങളോ ചെറിയ നഗരങ്ങളോ തമ്മിലുള്ള ചെറിയ ദൂര കച്ചവടമാണ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രേഡ്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് എന്ന് പറയുന്നത് വലിയ നഗരങ്ങൾ തമ്മിലുള്ള കച്ചവടമാണ്. ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട 2 നഗരങ്ങൾ തമ്മിലുള്ള കച്ചവടം.
എക്സ്റ്റേണൽ ട്രേഡിൽ ഇൻലാൻഡ് ട്രേഡും ഉണ്ട്, ഓവർസീസ് ട്രേഡും ഉണ്ട്. ഇൻലാൻഡ് ട്രേഡ് വിദേശ കച്ചവടത്തിൽ ദീർഘദൂര പട്ടണങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പേർഷ്യൻ പ്രദേശങ്ങളുമായിട്ടുള്ള കരമാർഗമുള്ള കച്ചവടം. ഓവർസീസ് എന്ന് പറയുന്നത് സമുദ്രാന്തര കച്ചവടം അല്ലെങ്കിൽ മാരിടൈം ട്രേഡ്. ഗ്രോത്ത് ഓഫ് ട്രേഡ്. ബംഗാൾ ഈ കാലഘട്ടത്തിൽ ഷുഗർ, റൈസ് തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, മസ്ലിൻ, സിൽക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം എക്സ്പോർട്ട് ചെയ്തിരുന്നു. സിൽക്ക് വ്യവസായത്തിന്റെ അല്ലെങ്കിൽ സിൽക്ക് നിർമ്മാണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കൊറോമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അഥവാ ഇന്ത്യയുടെ കിഴക്കൻ തീരം. ഗുജറാത്ത് ഈ കാലഘട്ടത്തിൽ വിദേശ ഉൽപ്പന്നങ്ങൾ വരുന്നതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു, ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു. അവിടെ നിന്നാണ് ഏറ്റവും നല്ല ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളും സിൽക്ക് ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ ഫുഡ് ഗ്രെയിൻസ്, നീലം തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷറി ഉൽപ്പന്നങ്ങൾ എല്ലാം ഗുജറാത്തിൽ എത്തുകയും അവിടുന്ന് പല പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ടിന്ന്, കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റലുകൾ, അതുപോലെ തന്നെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല കുതിരകൾ, നല്ല ഇനം കുതിരകൾ, അതോടൊപ്പം തന്നെ ലക്ഷറി ഐറ്റം ആയിട്ടുള്ള ഐവറി, അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. അതോടൊപ്പം ഇന്ത്യയിലേക്ക് വ്യാപകമായിട്ട് സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പകരമായി വ്യാപകമായി ഇറങ്ങിയിരുന്നത്, ഇന്ത്യയിലേക്ക് വന്നിരുന്നത് സ്വർണം, വെള്ളിയൊക്കെ ആയിരുന്നു. ഇപ്പൊ വിദേശ കച്ചവടം ഈ കാലഘട്ടത്തിൽ ശക്തമായി വന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ കമ്പനികൾ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെല്ലാം വിദേശ കച്ചവടത്തിൽ ഇടപെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. ഇൻഡിഗോ, സിൽക്ക്, റോ സിൽക്ക് തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ദെൻ പെപ്പർ, ഓപ്പിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് സ്വർണം, അതുപോലെ തന്നെ കുതിരകള്, ലോഹങ്ങൾ, പെർഫ്യൂം, ഡ്രഗ്സ്, ചൈനീസ് ഉൽപ്പന്നങ്ങൾ, ആഫ്രിക്കൻ അടിമകളൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണ്. ഇനി വിവിധ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആണ്. സേത്ത്, ബൊഹ്റ തുടങ്ങിയിട്ടുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ദീർഘദൂര കച്ചവടത്തിൽ ഇടപെട്ടിരുന്ന ആളുകളാണ്. അതോടൊപ്പം ലോക്കൽ കച്ചവടത്തിൽ ഇടപെട്ടിരുന്ന ആളുകളാണ് ബണിക്സ്, വ്യാപാരി തുടങ്ങിയിട്ടുള്ള ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകളാണ് ബഞ്ചാരാസ് എന്ന് പറയുന്നത്. അവര് ലോങ് ഡിസ്റ്റൻസ് കച്ചവടത്തിൽ ഇടപെട്ടിരുന്ന ആളുകളാണ്. അവര് കുതിരകള്, കാളവണ്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദീർഘദൂര കച്ചവടങ്ങള്, പല പട്ടണങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്ന വിഭാഗം ആളുകളാണ്. ഈ കച്ചവട സമൂഹങ്ങൾ വലിയ പ്രാധാന്യം ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ശ്രേണി എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ നാണയങ്ങൾ അടിച്ചിറക്കുന്നത്, ബാങ്കിങ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് നേതൃത്വം വഹിച്ച വിഭാഗമായിരുന്നു ചില ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ്. അവർക്ക് മതവ്യത്യാസങ്ങൾ, എല്ലാവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു. മുൾട്ടാനീസ്, ഖാത്തറീസ്, അഫ്ഗാനീസ്, ഗുജറാത്തീസ് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതോടൊപ്പം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കച്ചവട വിഭാഗമാണ് ചെട്ടീസ്. കൊറോമണ്ടൽ കോസ്റ്റ് അഥവാ ഇന്നത്തെ തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിഭാഗമാണ് ചെട്ടിയാർമാർ അല്ലെങ്കിൽ ചെട്ടീസ് എന്നറിയപ്പെടുന്ന വിഭാഗം. അതോടൊപ്പം തന്നെ മലബാർ കോസ്റ്റിൽ ഉണ്ടായിരുന്ന മുസ്ലിം കച്ചവടക്കാരും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇനി മുഗൾ നാണയം. റുപ്പി എന്നറിയപ്പെടുന്ന മുഗൾ ഷേർഷാ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട നാണയം ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലും അതേ പേരിലുള്ള നാണയമാണ് ഇറങ്ങിയത്. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ നൂർ അഫ്ഷാൻ, ഖേർ ഖബൂൽ തുടങ്ങിയിട്ടുള്ള നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഏറ്റവും സ്റ്റാൻഡേർഡ് ഗോൾഡ് കോയിൻ മുഗൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് മുഹർ എന്നറിയപ്പെടുന്ന നാണയം. ദെൻ മുഗൾ നാണയത്തിന്റെ വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മിന്റുകൾ, അതായത് നാണയം അടിച്ചിറക്കുന്നതിനുള്ള അച്ചുകൾ വ്യത്യസ്തമായത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല പ്യൂരിറ്റി ഗോൾഡ്, സിൽവർ കോയിനുകൾ ഇന്ത്യയിൽ ദീർഘകാലം മുഗൾ നാണയങ്ങൾ ദീർഘകാലം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ. പല മോഡലുകളുണ്ട്, പല മിന്റുകളാണ് അതിനകത്തുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള നാണയങ്ങൾ ഇന്ത്യയിൽ മുഗളന്മാർ ഉപയോഗിച്ചിരുന്നു. ഒരു നാണയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ ശക്തമായിട്ട് രൂപപ്പെടുത്തുന്നതിന് പിന്നിലും മുഗൾ ഭരണത്തിന് നല്ല പങ്കുണ്ട്. ഓക്കെ, ഇത്രയാണ് മുഗൾ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. ഓക്കെ, താങ്ക് യു.